ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പ്രഗ്നൻസി ആയതിനു ശേഷം ബാംഗ്ലൂർ വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വ്ളോഗാണ്. ഇവിടെ വന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെന്ന്. അതുകൊണ്ട് എന്നോട് എൻ്റെ ഷുഗർ മോണിറ്റർ ചെയ്യാനും ഡയറ്റ് മോഡിഫിക്കേഷൻ വരുത്താനും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രാവിലെ എഴുന്നേറ്റ് ആദ്യം വെറും വയറ്റിൽ ഷുഗർ ചെക്ക് ചെയ്യും, പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ രാവിലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷ് ആകും. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഷുഗർ ചെക്ക് ചെയ്തിട്ടാണ്. അപ്പം ഞാനത് മോണിറ്റർ ചെയ്തിട്ടൊരു പേപ്പറിൽ എഴുതി വയ്ക്കാറുണ്ട്. അപ്പം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പം അടുത്ത പ്രാവശ്യം അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാനിവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് ഞാനിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇതാണ് എൻ്റെ ഷുഗറിൻ്റെ കൗണ്ട്. ഞാൻ എൻ്റെ വെള്ളം കുടിച്ച് എനിക്ക് വിഷ്ണു സഹസ്രനാമം കേൾക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പ്രഗ്നൻസി ആയതിനു ശേഷം ഞാൻ തുടങ്ങിയൊരു സ്വഭാവമാണത്. അപ്പം അത് ഞാൻ വെച്ചിട്ട് അതും കേൾക്കും, വെള്ളം കുടിക്കുക അതിൻ്റെ കൂടെ തന്നെ. അപ്പം അതെല്ലാം ഞാൻ ചെയ്യുകയാണിവിടെ. അതിന് ശേഷം നമ്മളിനി രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരു ചായ ഉണ്ടാക്കാം. കാരണം പപ്പ ഇന്ന് മമ്മിയെ വിളിക്കാൻ പോവാണ്. മമ്മി ഒരു ടെമ്പിൾ വിസിറ്റിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി ഇന്ന് തിരിച്ചു വരികയാണ്. അത് കാരണം പപ്പ മമ്മിയെ വിളിക്കാനായിട്ട് അതായത് റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിച്ചിട്ട് വരും. അതിന് മുന്നേ നമുക്ക് ചായ ഉണ്ടാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അഖിലിനെ വിളിച്ച് ഞാൻ ജസ്റ്റ് വീഡിയോ കോളിലിങ്ങനെ എൻ്റെ വയറിൻ്റെ അപ്ഡേറ്റും ഒക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പം അങ്ങനെ നമുക്കിനി കിച്ചണിൽ പോയിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പം എനിക്ക് ബേസിക്കലി ഇഷ്ടം ഇഞ്ചി ചായയാണ് ഉണ്ടാക്കാനായിട്ട്. എൻ്റെ വീട്ടിലും എല്ലാവരും കുടിക്കുന്നത് ഇഞ്ചി ചായ തന്നെയാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഒക്കെ അത് മസാല ചായ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇഞ്ചിയുടെ കൂടെ തന്നെ കുറച്ച് കുരുമുളകും കുറച്ച് എന്താ പറയുക, പൂ പോലിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഏലക്ക, അതൊക്കെ ഞാൻ ഇട്ടിട്ട് ചായ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും എപ്പോഴേലുമൊക്കെ. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ചായയാണ്. അപ്പം അത് ഞാൻ ഉണ്ടാക്കാനിവിടെ. എനിക്ക് ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആഹാരത്തിനെക്കാട്ടിലും എനിക്കിഷ്ടം ഇങ്ങനെ ഇഞ്ചി ചായയാണ് കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള കാര്യം. അപ്പം അത് ഞാൻ ഭയങ്കര പാഷനോട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് ചായ. അതുപോലെ എനിക്ക് പല വീട്ടിൽ പോകുമ്പോഴും, മെയിൻലി എനിക്ക് നോർത്ത് ഇന്ത്യൻ വീട്ടിൽ പോകുമ്പം ചായ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം അവിടെയൊക്കെ എപ്പോഴും ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത്. നാട്ടിലത്തെ ചായ എനിക്ക് അങ്ങനെ ബേസിക്കലി ഇഷ്ടമല്ല. അപ്പം ഞാനിവിടെ ചായ എല്ലാവർക്കും എടുത്തു വെച്ചു. അങ്ങനെ ചായയൊക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ റസ്കൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പം നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ചായ അടച്ചു വെച്ചിരുന്നു. അതല്ല ഇത് അടച്ചു വെച്ചിരുന്നു. ഓക്കെയാണോ? മസാല ചായ ഗ്രാമ്പു കിട്ടും. എന്തൊക്കെ റസ്ക് വയ്ക്കുക. റസ്കും ചായയും മില്ലറ്റ് റസ്ക്. ഇതെത്തിനറിയാം മില്ലറ്റ് റസ്ക് എന്ന് പറഞ്ഞു.
അങ്ങനെ പപ്പ പോയ സ്ഥിതിക്ക് ഞാൻ കുറച്ച് റിലേറ്റീവ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. വേറൊന്നിനുമല്ല, അവരെൻ്റെ വളകാപ്പിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോഴേക്കും പപ്പായും മമ്മിയൊക്കെ തിരിച്ച് എത്തും. ഞാനിവിടെ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം പപ്പയും മമ്മിയും തിരിച്ചെത്തി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പം ചപ്പാത്തിയാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ചപ്പാത്തിയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അവള് രാവിലെ ഇവിടെ പണിയെല്ലാം ചെയ്യുന്ന അവൾ അന്ന് റെക്കോർഡ് ചെയ്യുക. ചപ്പാത്തി ചൂടാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിന്ന് മനസ്സിലായോ? മനസ്സിലായോ? കാണുന്നവരെന്ത് വിചാരിക്കും, രാവിലെ കൊച്ചിനെ ഇങ്ങനെ ഇരിക്കുന്ന കൊച്ചിനെ കൊണ്ട് ഇത്രയും പണി വീട്ടിൽ ചെയ്യിക്കുന്നു. നാട്ടുകാർ മൊത്തം ചപ്പാത്തി ആണെങ്കിൽ കുഴച്ച് പരത്തി മറ്റുള്ളത് ഇത്രയും കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഐ കുഡ് നോട്ട് ഷോ യു ഓൾ ദ തിങ്സ് മോർണിംഗ് വാട്ട് എവർ ഐ ഡിഡ്. ഓക്കെ, അവര് കണ്ടിട്ടില്ലല്ലോ ചപ്പാത്തി പരത്തുന്നത്. ഓക്കെ, രാവിലെ എണീറ്റ് പരത്തിയതായത് കാരണം എനിക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ചപ്പാത്തി ഇങ്ങനെയാണ് ചൂടാക്കി എടുക്കുന്നത്. ഓക്കെ, കാണുന്നവർ വിചാരിക്കും ദൈവമേ ആ വീട്ടുകാരെ അടിക്കണം, ഇങ്ങനെ ഇരിക്കുന്ന കൊച്ചിനെ കൊണ്ട് ഇത്രയൊക്കെ പണി ചെയ്യും. നിങ്ങളിപ്പോൾ കണ്ട പോലെ പപ്പ ഭയങ്കര കോമഡിയാണ് ചില സമയങ്ങളിൽ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രമാണിച്ച് എന്നെ കാലി വാരാൻ എന്ന് ഉള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ പപ്പയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്തായാലും ചിരിച്ച് ഒരു വഴിയായി. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇവിടെ. അപ്പോഴേക്കും പപ്പ അടുത്ത കോമഡിയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ പപ്പയെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനും പപ്പ അവിടുന്ന് കട്ടനിട്ട് ആൾ സ്കൂട്ടായി. ആഹാരം കഴിച്ചതിന് ശേഷം മമ്മി നാമം ചൊല്ലുന്ന കുറച്ച് നേരം കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഞാൻ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മമ്മി നാമമൊക്കെ ചൊല്ലും കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ റൂം ഒക്കെ ഒന്ന് ഒതുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഫോണ് സ്ക്രോൾ ചെയ്ത് അവിടെ അങ്ങനെ ഇരുന്ന് സമയം കളഞ്ഞു. നമ്മൾ ഫോണ് സ്ക്രോൾ ചെയ്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ ഉച്ച സമയമായി. സ്ക്രോൾ ചെയ്തിരുന്ന് നമുക്ക് വിശപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ലഞ്ചിന് ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇന്ന് അമ്മ പൊതിച്ചോറാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് വേഗം ഈ അടിപൊളി പൊതിച്ചോറ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സൈഡിൽ അവിടെ ഒരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലിറ്റിൽ സ്റ്റാർ ആണെന്ന് തോന്നുന്നു. എന്തോ പാട്ടിൻ്റെ എന്തോ ഒരു ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ എല്ലാ ഫുഡിനും ഒരു സ്പെഷ്യൽ സ്വാദാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്പെഷ്യൽ ഒരു സ്വാദ് എനിക്ക് എപ്പോഴും എന്ത് കഴിച്ചു കഴിഞ്ഞാലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഫുഡ് അവേർഷൻ എനിക്ക് ഭയങ്കര ചുരുക്കമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മെജോറിറ്റി എനിക്ക് പല പല സാധനങ്ങൾ കഴിക്കണം എന്നൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ചില സാധനങ്ങൾ കഴിക്കാൻ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് അതിന് എനിക്കൊരു പ്രത്യേകതരം
സ്വാദും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എന്നോട് പറയണം കമൻറ്റ് സെക്ഷനിൽ. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഞാനിവിടെ അടിപൊളിയായിട്ട് എൻ്റെ പൊതിച്ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അത് കണ്ടിട്ട്. എന്തായാലും നമ്മളങ്ങനെ അടിപൊളിയായിട്ട് ഈ പൊതിച്ചോറ് മൊത്തം ഫിനിഷ് ചെയ്തു. അങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ച ക്ഷീണത്തിൽ നമുക്ക് പോയി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അതിനു മുന്നേ നമുക്കൊരു നടത്തം പാസ്സാക്കാം. കാരണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ കിടക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉലാത്താന്ന്. അങ്ങനെ ഞാൻ എന്തായാലും പൊതിച്ചോറൊക്കെ ഫിനിഷ് ചെയ്ത് ഞാനവിടെ ഒരു 2-3 റൗണ്ട് ഞാൻ എന്തായാലും റൂമിൻ്റെ അകത്ത് തന്നെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഞാൻ നടന്നു. അങ്ങനെ എല്ലാ നടത്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ ഇനിയിപ്പം നമുക്കൊരു ഉച്ചയുറക്കം പാസ്സാക്കാം അല്ലേ. അങ്ങനെ ഞാൻ എന്തായാലും നടന്നതിന് ശേഷം ഇനി നമുക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേക്കാം. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ഇനി അടുത്തത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ ഉണ്ടാക്കാം. ഒരു വൈകുന്നേരത്തെ ഒരു ചായ അല്ലേ. അപ്പം എന്തായാലും ഞാൻ ഉറങ്ങി എഴുന്നേക്കട്ടെ. എനിക്ക് പ്രഗ്നൻസി ആയിട്ടും അധികം വെയിറ്റ് ഒന്നും കൂടിയിട്ടില്ലെങ്കിലും എനിക്ക് ഈ പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ടായി തോന്നിയത് എൻ്റെ മൂവ്മെൻറ്റിന് ഭയങ്കരമായും അഫക്റ്റ് ചെയ്തു എന്നതാണ്. ഞാൻ ജനറലി ഒരു മരം കയറി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ഞാൻ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഇടിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സ്ഥിരം. ബട്ട് ആഫ്റ്റർ പ്രഗ്നൻസി ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ. ചിലപ്പോൾ ഒക്കെ എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നാറുണ്ട്. ബട്ട് എല്ലാം ഇൻ എ ഗുഡ് വേ ആണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ കുറേ കാത്തിരുന്ന് ഉണ്ടായ ഒരു വാവയാണ് ഇത്. അപ്പോൾ ഞാൻ ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായ ഇടാൻ പോവാണ്. ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഫോണിൽ മൂവിയൊക്കെ കണ്ട് ഇരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. രാത്രിയിലത്തെ എൻ്റെ ഫുഡിന് ശേഷം ഞാൻ പിന്നെ മെഡിസിൻ കഴിക്കാനുള്ളതൊക്കെ അത് കഴിച്ചു. പിന്നെ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്നത്തെ ദിവസത്തിൽ വേറെ അങ്ങനെ കാണിക്കാനും മാത്രം വേറൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനായിട്ട്. കുറേ നേരം ഞാനത് കഴിഞ്ഞിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാനവിടെ ഇരിക്കുമ്പോഴാണ് പപ്പ വന്നിട്ട് ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. പപ്പയ്ക്ക് ഇങ്ങനെ ഫോണിലിങ്ങനെ ലിറ്റിൽ സിംഗറോ അങ്ങനെ എന്തോ ഒരു പരിപാടിയില്ല, അതൊക്കെ കാണുന്നൊരു ഇതുണ്ട്. അപ്പം അത് ഏതോ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു വീഡിയോ വന്നിട്ട് എന്നെ കാണിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ പ്രഗ്നൻറ്റ് ലേഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിലെ കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഞാൻ ഇനി നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ, ലവ് യു ഗൈസ്, സീ യു.